വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ തന്നെ മരണത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുകയാണ്. അവർ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ വിസ്മയിച്ചു, അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവൻ പിന്നെയും 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവനവരെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിപ്പാനുള്ളത് പറഞ്ഞു. യേശു കർത്താവ് ശിഷ്യന്മാരോട് തനിക്ക് സംഭവിപ്പാനുള്ള ഭാരത്തെപ്പറ്റി പറയുക. ഏറ്റവും ഹീനകരമായിട്ടുള്ള കാര്യങ്ങൾ തനിക്ക് സംഭവിക്കുവാനുള്ളത് മനസ്സിലാക്കുന്ന യേശു തൻ്റെ ശിഷ്യന്മാരുമായി അത് പങ്കുവയ്ക്കുമ്പോൾ, ഈ ലോകത്തിൽ പാപത്തിന് വേണ്ടി, നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഇത് സഹിക്കുന്നത്, നിന്ന് സഹിക്കുന്നത്. നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്രകാരം നമ്മൾക്കും ജീവിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും സാധിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപയെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൃപയിൽ കർത്താവ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. കർത്താവ് തൻ്റെ മരണത്തെയും തൻ്റെ ഉയർപ്പിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്കും ആ ഒരു ബോധ്യവും ആ വലിയൊരു ശക്തിയും ഞങ്ങൾക്ക് തരണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.